ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇത്തവണ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ്. വീട്ടിൽ തന്നെ കണ്ടുവരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ പഴം കറുത്തു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഞാനിവിടെ 4 തൊലി കറുത്ത പഴം എടുത്തിട്ടുണ്ട്. കറുത്ത പഴം തന്നെ വേണമെന്നില്ല, ഫ്രഷ് ആയിട്ടുള്ള പഴം എടുക്കാം. ഇതിലേക്ക് 3 ഏലക്കായ് തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 അച്ച് ശർക്കര, 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഉരുക്കി അരിച്ച് മാറ്റി വെച്ചതാണ്. അതിലൊരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയത് മാത്രം ചേർത്തിട്ട് ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക. അപ്പോൾ ബാക്കി ശർക്കര ഉരുക്കിയത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയാണ് എടുത്തത്, വറുത്തത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചായിട്ട് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര ഉരുക്കിയത് ഒരു 1/4 കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ടോട്ടൽ 1 കപ്പ് ശർക്കര ഉരുക്കിയതും 1 കപ്പ് തന്നെ റവയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് റവയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അതായത് നമ്മൾ റവ ഒന്നും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ പാത്രം തന്നെ വേണമെന്നില്ല, ഒരു പരന്ന പാത്രമായാലും നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ആക്കിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 20 to 25 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു മൂടിയോ അലുമിനിയം ഫോയിലോ വെച്ചിട്ട് അടച്ച് വെക്കണം കേട്ടോ. ഞാനത് അടച്ച് വെക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. രണ്ടാമത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കി വന്ന ബാറ്റർ ഇതുപോലെ ഒരു കടോരയിലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് രണ്ടാമത് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കടോരയിൽ വെച്ചത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ 5 മിനിറ്റ് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടു. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അതുപോലെ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പണികൾ നമുക്ക് തീർക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും. നമുക്ക് അരികൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പം ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ നമ്മൾ കടോരിയിൽ ആക്കിയതും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ കയ്യിലോട്ട് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോസ് റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.